ഇപ്പോൾ കന്യാകുമാരിയിലേക്ക് കേരള പോലീസിൻ്റെ ഒരു സംഘം തിരിച്ചിട്ടുണ്ട്. ആ സംഘത്തിനൊപ്പം 24-ൻ്റെ വാർത്താ സംഘവുമുണ്ട്. മറ്റൊരു സംഘം കൂടി തമിഴ്നാട്ടിലേക്ക് പോകാൻ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വന്നിരിക്കുന്ന വിവരം. ആദ്യ സംഘത്തിൽ 5-അംഗ പോലീസ് സംഘമാണ് ആദ്യ സംഘം. കൂടാതെ മറ്റൊരു സംഘം കൂടി തമിഴ്നാട്ടിലേക്ക് തിരിച്ചിരിക്കുന്നു. നാഗർകോവിൽ കേന്ദ്രീകരിച്ച് ഈ സംഘം അന്വേഷണം നടത്തും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. കേരള പോലീസിൻ്റെ ആദ്യ സംഘം ഇപ്പോൾ തമിഴ്നാട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അന്വേഷണം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയേണ്ടി വരും. കാരണം ഇനിയിപ്പോൾ രാവിലെ ആയിരിക്കുന്നു. കൂടുതൽ സാധ്യതകളെ നമുക്ക് വെളിച്ചമുള്ളത് കൊണ്ട് തന്നെ കൂടുതൽ സാധ്യതകളെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. കൂടുതൽ മേഖലകളിലേക്ക് അതിൻ്റെ അന്വേഷണം വ്യാപിപ്പിക്കാൻ കഴിയും. ഈ കുട്ടി ഇറങ്ങിയതിന് ശേഷം മറ്റെവിടേക്കെങ്കിലും പോയോ എന്നുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. അതുകൊണ്ട് ആ നിലയിലുള്ള അന്വേഷണവും നടക്കുന്നുണ്ട്. പക്ഷേ കുട്ടിയുടെ കയ്യിൽ ഒരുപാട് പണമില്ല എന്നുള്ള കാര്യമാണ് ഈ ഘട്ടത്തിൽ വ്യക്തമായിരിക്കുന്നത്. ഏതാണ്ട് 40-50 രൂപ മാത്രമാണ് ആ കുട്ടിയുടെ കൈവശമുള്ളത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ പണം ഉപയോഗിച്ച് ആ കുട്ടിക്ക് യാത്ര ചെയ്യാവുന്നതിന് ഒരുപാട് പരിമിതികളുമുണ്ട്. ഹരികൃഷ്ണൻ ചേരുന്നുണ്ട് ഇപ്പോൾ വിവരങ്ങളുമായി. ഹരികൃഷ്ണൻ, പുതിയ വിവരങ്ങൾ എന്താണ് ഹരികൃഷ്ണൻ? റിജിത്ത്, ഈ പറഞ്ഞതുപോലെ തന്നെ രണ്ടാമതൊരു സംഘം കൂടി ഇത്തരത്തിൽ തമിഴ്നാട്ടിലേക്ക് തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ പുതിയൊരു അപ്ഡേഷൻ എന്ന് പറയുന്നത്. ഇതിൽ നിർണായകമായ ഈ ഫോട്ടോ, അതായത് ഈ യാത്രക്കാരിയായ നെയ്യാറ്റിൻകരയിൽ ഇറങ്ങിയ ഈ ട്രെയിൻ യാത്രക്കാരിയായ ഭവിത എടുത്ത ഫോട്ടോയാണ് ഈ സംഭവത്തിൽ നിർണായകമായത്. അത് കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. അതിനുവേണ്ടി കേരള പോലീസിന്റെ മറ്റൊരു സംഘം കൂടി ഈ തമിഴ്നാട്ടിലേക്ക് തിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കന്യാകുമാരിക്കും തിരുവനന്തപുരത്തിനും ഇടയിൽ ചില സ്റ്റേഷനുകളുണ്ട്. ഈ സ്റ്റേഷനുകൾക്ക് അല്ലെങ്കിൽ ഈ റെയിൽവേ സ്റ്റേഷനുകൾക്ക് പുറത്ത് ഈ കുട്ടി എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അതൊരു വെല്ലുവിളിയാണ്. വ്യാപകമായ തെരച്ചിലുണ്ടെങ്കിൽ മാത്രമേ പോലീസിന് അത് കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. ഈ കുട്ടി പറഞ്ഞിരിപ്പുണ്ടെങ്കിൽ അത്തരത്തിൽ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. അതിന് ഈ തരത്തിൽ തമിഴ്നാട് പോലീസിന്റെ സഹായവും ആവശ്യമാണ് എന്നുള്ളതാണ്. ഏതായാലും ആ തരത്തിലാണ് ഈ കന്യാകുമാരി എസ് പി ആണെങ്കിലും അല്ലെങ്കിൽ നാഗർകോവിൽ എസ് പി ആണെങ്കിലും ആ തരത്തിൽ ഉള്ള ഒരു അന്വേഷണത്തിനാണ്, കേരള പോലീസുമായി സഹകരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു അന്വേഷണത്തിനാണ് ഇപ്പോൾ തയ്യാറെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും വരും മണിക്കൂറുകളിൽ തന്നെ ഒരു ശുഭപ്രതീക്ഷ, ഒരു ശുഭവാർത്ത എത്തും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതായത് ആ പെൺകുട്ടിയെ, ഇന്നലെ കാണാതായ ഈ കഴക്കൂട്ടത്തിൽ നിന്നും കാണാതായ ഈ പെൺകുട്ടിയെ, 13 വയസ്സുകാരിയെ ഉടൻ തിരിച്ച് അവരുടെ മാതാപിതാക്കളുടെ കയ്യിലേക്ക്, ആ കുട്ടിയുടെ മാതാപിതാക്കളുടെ കൈകളിലേക്ക് സുരക്ഷിതയായി എത്തിക്കാൻ കേരള പോലീസിനാകും എന്നുള്ള പ്രതീക്ഷയിലാണ് നാട് മുഴുവൻ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഇതിൻ്റെ സമയമാണ്. അതായത് ഇന്നലെ നമുക്ക് കിട്ടിയ CCTV ദൃശ്യങ്ങൾ, ഈ ഭവിത എടുത്ത ഫോട്ടോയോടൊപ്പം തന്നെ നിർണായകമായ മറ്റൊന്ന് ഈ CCTV ദൃശ്യങ്ങളാണ്. അത് ഈ കഴക്കൂട്ടം ഭാഗത്ത്, അതായത് കഴക്കൂട്ടം ഫ്ലൈ ഓവറിന് താഴെയുള്ള CCTV ദൃശ്യങ്ങളാണ് പോലീസിന് ശേഖരിക്കാൻ കഴിഞ്ഞത് എന്നുള്ളതാണ്. നിർണായകമായ ആദ്യ 2 ഫുട്ടേജുകൾ, അതിനുശേഷം അതിന്റെ തുടർച്ചയൊന്നോണം ലഭിച്ച മറ്റു 2 ഫുട്ടേജുകൾ, ഈ 4 ഫുട്ടേജുകളാണ് ഇത്തരത്തിൽ ഈ കുട്ടി എങ്ങോട്ടേക്കാണ് യാത്ര ചെയ്തത്, ഈ കുട്ടിയുടെ സഞ്ചാര ദിശ എങ്ങോട്ടേക്കാണെന്ന് കണ്ടെത്താൻ സാധിച്ചത്. അതിനുശേഷം ഈ ഭവിതയുടെ ഒരു ഈ ഫോട്ടോയുമായി ബന്ധപ്പെട്ട ഒരു വിവരം കൂടി പോലീസിന് ലഭിച്ചപ്പോൾ അത് പൂർണ്ണമായി എന്നുള്ളതാണ്. അങ്ങനെയാണ് ഈ തമ്പാനൂരിൽ നിന്നും ഈ ട്രെയിൻ കയറി ഈ കുട്ടി തമിഴ്നാട്ടിലേക്ക് അല്ലെങ്കിൽ കന്യാകുമാരി ട്രെയിനിൽ കയറി അങ്ങോട്ടേക്ക് പോയി യാത്ര ചെയ്തു എന്നുള്ളൊരു വിവരം പോലീസിന് സ്ഥിരീകരിക്കാനായത് എന്നുള്ളതാണ്. അതിൽ സമയം നോക്കിയാൽ തന്നെ ഇന്നലെ 10:45 കൂടിയാണ് അവസാന ഫൂട്ടേജ്, അതായത് CCTV ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് ലഭിച്ച അവസാന ഫൂട്ടേജ് എന്ന് പറയുന്നത് 10:45 ഈ 12:30 ഈ ട്രെയിൻ ഈ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ വരേണ്ടത്. ഇന്നലെ അത് 1 മണിയോടുകൂടിയാണ് റെയിൽവേ സ്റ്റേഷനിലേക്ക് ട്രെയിൻ എത്തിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ സമയത്ത് ഈ കുട്ടി അതിനകത്ത് കയറി കാണണം, അതിനുശേഷം യാത്ര ചെയ്ത് കാണണം എന്നുള്ളതാണ്. ഈ 2:30 എത്തേണ്ട ട്രെയിൻ ഏതാണ്ട് താമസിച്ചുകൊണ്ട് തന്നെ 3:30 കന്യാകുമാരിയിലെത്തി. ഇതാണ് പോലീസിന്റെ ഈ സമയം വെച്ചിട്ടുള്ള ഒരു നിഗമനം എന്ന് പറയുന്നത്. ഇതിനിടയിൽ എവിടെയെങ്കിലും 5 റെയിൽവേ സ്റ്റേഷനുകൾ ഇതിനിടയിലുണ്ട്. ഇവിടെ എവിടെയെങ്കിലും കുട്ടി ഇറങ്ങിയിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. ഭവിത പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഈ ഭവിത ഈ നെയ്യാറ്റിൻകര സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടുണ്ട്, അതുവരെ കുട്ടി സഞ്ചരിച്ചിട്ടുണ്ട്. അതിനുശേഷമുള്ള ഏതെങ്കിലും സ്റ്റേഷനുകളിൽ കുട്ടിയുണ്ടോ എന്നുള്ളതാണ്
ഇപ്പോൾ അന്വേഷണ പുരോഗതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് അവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതൊരു വലിയ സർവൈലൻസ്, അതായത് പോലീസിന്റെ വലിയ സ്വാധീനം ഉപയോഗിച്ച് അല്ലെങ്കിൽ വലിയ സംവിധാനം ഉപയോഗിച്ച് കുട്ടിയെ കണ്ടെത്തുക എന്നുള്ളതാണ് പോലീസിന്റെ ഒരു നീക്കം എന്ന് പറയുന്നത്. ഏതായാലും ഉടൻ തന്നെ വരും മണിക്കൂറുകളിൽ തന്നെ കുട്ടിയെ കണ്ടെത്താനാകും എന്നുള്ളതാണ്. അതിൽ അവിടുത്തെയും ഈ പറഞ്ഞതുപോലെ തന്നെ CCTV ദൃശ്യങ്ങൾ നിർണായകമാകും. ഇത്തരത്തിൽ നമുക്ക് ഇന്നലെ ലഭിച്ചതുപോലുള്ള ഫൂട്ടേജുകൾ ലഭിച്ചാൽ അത് വളരെ നിർണായകമാകും ഈ സംഭവത്തിൽ, കേസിൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും പോലീസിന് വലിയ ശുഭപ്രതീക്ഷയാണ്. കുട്ടിയെ കണ്ടെത്താൻ സാധിക്കുമെന്ന ആത്മവിശ്വാസമാണ് പോലീസ് പ്രകടിപ്പിക്കുന്നത്. അതിനുള്ള കാര്യങ്ങളാണ് അവർ നീക്കുന്നത്. ഏതായാലും വരും മണിക്കൂറുകളിൽ കുട്ടിയെ കണ്ടെത്താനാകുമെന്ന് തന്നെയാണ്. ശരി, ഹരികൃഷ്ണൻ തുടരുക. നേരത്തെ DCP മാധ്യമങ്ങളെ കണ്ടിരുന്നു, ഇതുവരെയുള്ള വിലയിരുത്തലുകൾ എങ്ങനെയാണ് എന്നുള്ള കാര്യം വിശദീകരിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക് നമുക്കൊന്ന് പോകണം. കന്യാകുമാരി SP-യെയും RPF-നെയും ഒക്കെ വിവരം അറിയിച്ചിട്ടുണ്ട്. കുട്ടിയെ കണ്ടെത്താൻ കഴിയും എന്നുള്ള ഒരു ശുഭപ്രതീക്ഷ അത് തിരുവനന്തപുരം DCP BV വിജയഭാരതി റെഡ്ഡി വ്യക്തമാക്കുന്നുണ്ട്. 2 പോലീസ് സംഘം കന്യാകുമാരിയിലേക്ക് തമിഴ്നാട്ടിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യവും അദ്ദേഹം അറിയിച്ചു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്കാണ് ഇനി. ഈ പെൺകുട്ടിനെ ഒരു ബബിത എന്ന ലേഡി നെയ്യാറ്റിൻകര വെച്ചിട്ട് ഇന്നലെ ഉച്ചക്ക് ട്രെയിനിൽ കണ്ടിരുന്നു. ആ വിവരം 4 മണിക്ക് ഞങ്ങൾ അയച്ച ഒരു ഫ്ലയർ ആ ലേഡിക്ക് കിട്ടിയിട്ടുണ്ട്. ആ ഫ്ലയറിൽ ACP നമ്പർ കണ്ടിട്ട് ACPന് വിളിച്ചിട്ടുണ്ട്. ACP ഉടനെ പെട്ടെന്ന് അറിയിച്ചിട്ടുണ്ട്. ഫാദർക്ക് ഫോട്ടോ അയച്ചിട്ട് കൺഫേം ചെയ്തു അതേ പെൺകുട്ടിയാണോ കൺഫേം ചെയ്തു. ഫാദർ കൺഫേം ചെയ്തിട്ടുണ്ട് അതേ പെൺകുട്ടിയാണ്. ആ കൺഫേം ചെയ്ത ശേഷം ഉടനെ പെട്ടെന്ന് ഞങ്ങൾ SP കന്യാകുമാരിക്കും അവിടുത്തെ GRP തമിഴ്നാട് GRPക്കും RPF കൺട്രോൾക്കും എല്ലാവരും അലർട്ട് ചെയ്തു. അവർക്ക് സംശയം വന്നു, പെൺകുട്ടിക്ക് അറിയുന്നുണ്ട്. ആ ലേഡിക്ക് സംശയം വന്നു, ഉടനെ പെട്ടെന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ട്. കുട്ടിയെ കണ്ടെത്താൻ കഴിയും എന്നൊരു പ്രതീക്ഷ DCP ഘട്ടത്തിൽ പങ്കുവെക്കുന്നുണ്ട്. ഇപ്പോൾ പ്രേക്ഷകർ തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. കേരളത്തിൽ നിന്ന് പുറപ്പെട്ട പോലീസിൻ്റെ ആദ്യ സംഘം അവരുടെ യാത്രയാണ്. ആ യാത്രയെ അവർക്കൊപ്പം 24-ൻ്റെ വാർത്താ സംഘവുമുണ്ട്. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഷഫീദ്, ഈ പോലീസ് സംഘത്തിൻ്റെ യാത്ര അതെവിടെ എത്തി, തുടർന്നുള്ള നീക്കങ്ങൾ, പുതിയ വിവരങ്ങൾ ഷഫീദ്. നമ്മൾ തക്കല പാസ് ചെയ്തിരിക്കുന്നു. തക്കല കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഈ പോലീസ് സംഘം ഇപ്പോൾ അല്പസമയത്തുള്ളിൽ, എനിക്ക് തോന്നുന്നത് ഏതാണ്ട് ഒരു 40 മിനിറ്റിനുള്ളിൽ നമുക്ക് കന്യാകുമാരിയിൽ എത്തിപ്പെടാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ കന്യാകുമാരി SPO ഓഫീസിലേക്ക് കേരള പോലീസിൻ്റെ റിപ്പോർട്ടിംഗ് ഉണ്ടാകും. അതിനുശേഷം മാത്രമായിരിക്കും അവർ തിരച്ചിലിലേക്ക് പോവുക. ഇതിനോടകം തന്നെ തമിഴ്നാട് പോലീസിൻ്റെ സംഘങ്ങൾ നാഗർകോവിൽ, കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനുകളിൽ അന്വേഷണം ആരംഭിച്ചു എന്നുള്ള വിവരം അത് ഔദ്യോഗികമായി കേരള പോലീസിനെ അറിയിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ആ കുട്ടിയെ കണ്ടെത്താൻ കഴിയും. റെയിൽവേ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ചാണ് ആദ്യഘട്ടത്തിൽ പരിശോധന നടത്തുക. പക്ഷേ രണ്ടാമതൊരു സ്ട്രാറ്റജി കൂടി തമിഴ്നാട് പോലീസിനോട് കേരള പോലീസ് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അത് ഈ ബസ് സ്റ്റാൻഡുകൾ, തൊട്ട് സമീപത്തുള്ള ബസ് സ്റ്റാൻഡുകൾ കേന്ദ്രീകരിച്ച് കൂടി ചില അന്വേഷണങ്ങൾ നടത്തണം എന്നുള്ളതാണ് അഭ്യർത്ഥനയ്ക്ക് അനുസരിച്ചൊരു പക്ഷേ അവരുടെ സെക്കൻഡ് മൂവ് ഉണ്ടാകും. പക്ഷേ പ്രാഥമികമായി ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുക, ശ്രദ്ധ കൊടുക്കുക അത് റെയിൽവേ സ്റ്റേഷനിൽ തന്നെയായിരിക്കും. CCTVകൾ സാധ്യമായി പരിശോധിക്കാൻ കഴിയുകയാണെങ്കിൽ അത് തമിഴ്നാട് പോലീസ് പരിശോധിക്കുമെന്ന മറുപടി നൽകിയിട്ടുണ്ട് കേരള പോലീസിന്. അപ്പോൾ ആ രീതിയിലുള്ള 2 തരം സ്ട്രാറ്റജി അത് കേരള പോലീസിൻ്റെ അഭ്യർത്ഥന കൂടി പ്രകാരം അതുകൂടി കണക്കിലെടുത്തുകൊണ്ട് ഇതിനോടകം ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഏതാണ്ട് കന്യാകുമാരി ഭാഗത്തോട് അടുക്കുകയാണ്. നാഗർകോവിൽ കന്യാകുമാരി ഭാഗത്തോട് നമ്മൾ അടുക്കുകയാണ്. ഈ സംഘം നാഗർകോവിൽ ഇറങ്ങുമോ എന്ന് നമുക്ക് ഇതുവരെ ഒരു വ്യക്തത കിട്ടിയിട്ടില്ല. മാത്രവുമല്ല, നമുക്ക് ആദ്യഘട്ടം മുതൽ നൽകുന്ന സൂചന അനുസരിച്ച് ഈ സംഘം പോകുന്നത് കന്യാകുമാരിയിലേക്ക് തന്നെയാണ്. കന്യാകുമാരിയിലേക്ക് എത്തിയ ശേഷം രണ്ടാമത് ഇപ്പോൾ കഴക്കൂട്ടത്ത് നിന്ന് ഇറങ്ങിയിട്ടുള്ള സംഘമാണ് നാഗർകോവിലേക്ക് പോവുക എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എത്രയും പെട്ടെന്ന് ഈ കന്യാകുമാരിയിലെങ്കിൽ കന്യാകുമാരിയിലേക്ക് എത്തി അവിടെ കുട്ടിക്കായിട്ടുള്ള തിരച്ചിൽ നടത്തുക. കുട്ടി റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടോ, റെയിൽവേ സ്റ്റേഷനിലെ പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്തുകയാണ് ഇപ്പോൾ ഇവർ ലക്ഷ്യം വെക്കുന്ന, അല്ലെങ്കിൽ കേരള പോലീസ് ലക്ഷ്യം വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കേരള ടീം കന്യാകുമാരിയിലേക്ക് എത്താൻ പോകുന്ന ടീമാണ് നമുക്ക് ഈ ദൃശ്യം. ശേഷം ഗോൾഡൻ നമ്പർ നമുക്ക് ലഭിക്കാവുന്ന ഗോൾഡൻ നമ്പർ ഒരിക്കൽ പോലും പോലീസിനെ വിവരം അറിയിച്ചിരുന്നില്ല. DCP അടക്കം ആദ്യഘട്ടം മുതൽ പറഞ്ഞത് ആ ഗോൾഡൻ അവർ നമുക്ക് നഷ്ടമായി എന്നുള്ളതായിരുന്നു. പക്ഷെ അപ്പോഴും പോലീസിന് പ്രതീക്ഷകളുണ്ടായിരുന്നു. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധനയിൽ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തേക്ക് കുട്ടി പോയിട്ടുണ്ടാകാം എന്നൊരു വിലയിരുത്തൽ പോലീസിനെ സംബന്ധിച്ചിട്ടുണ്ടായി. എങ്ങനെയാണ് ഈ ട്രെയിനിൽ കുട്ടി പോകാം? ഈ കുട്ടിയെ കാണാതായ കന്യാകുമാരി ഇപ്പുറത്തുള്ള ഭാഗത്ത് നിന്നും നിരവധി സ്റ്റേഷനുകൾ, 6 സ്റ്റേഷനുകളുണ്ട്. അതിൽ ഈ കഴക്കൂട്ടം, അതേപോലെ തന്നെ പേട്ട, തിരുവനന്തപുരം സെൻട്രൽ, കൊച്ചുവേളി, ഈ 4 സ്റ്റേഷനുകൾ ഉണ്ടായിരുന്നു. അങ്ങനെയാണ്
പലതരത്തിൽ ട്രെയിൻ കയറിപ്പെടാനുള്ള സാധ്യതകൾ പരിശോധിച്ചത്. ഒടുവിൽ ഈ പെൺകുട്ടി തമിഴ്നാട്ടിലേക്ക് പോയി എന്നുള്ളതാണ് വിവരം. ഈ പെൺകുട്ടി കന്യാകുമാരിക്ക് അപ്പുറത്തേക്ക് പോകാൻ വഴിയില്ല എന്നുകൂടി വിലയിരുത്തുന്നുണ്ട്. കാരണം പെൺകുട്ടിയുടെ പക്കൽ അധികം പണമൊന്നുമില്ല. മാത്രവുമല്ല 40 രൂപ മാത്രമാണ് പെൺകുട്ടിയുടെ കയ്യിൽ ഉണ്ടായിരുന്നതെന്ന് ബബിത പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ പെൺകുട്ടി അധിക ദൂരം പോകാൻ സാധ്യതയില്ല, ഇടയില്ല എന്നുള്ളതാണ് കണ്ടെത്തൽ. ഇപ്പോൾ നമ്മൾ വീണ്ടും കന്യാകുമാരിയോട് കൂടുതൽ അടുക്കുകയാണ്. കേരള പോലീസിന്റെ തുമ്പ പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള ജീപ്പാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. അവർ കന്യാകുമാരിയോട് അടുക്കുന്നു. വലിയ വേഗതയിൽ ഈ വാഹനം പോകുന്നുണ്ട്. കാരണം എത്രയും പെട്ടെന്ന് അവിടേക്ക് എത്തണം, കന്യാകുമാരിയിലേക്ക് എത്തണം. കന്യാകുമാരി റെയിൽവേ സ്റ്റേഷൻ ഒരു വലിയ റെയിൽവേ സ്റ്റേഷനാണ്. ആ റെയിൽവേ സ്റ്റേഷനിൽ അവർക്ക് ചില കാര്യങ്ങൾ തപ്പി കണ്ടെത്തേണ്ടതായിട്ടുണ്ട്, കുട്ടിയെ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് കുട്ടി അവിടെ നിന്ന് മറ്റെവിടേക്കെങ്കിലും മൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ രീതിയിൽ കൂടിയുള്ള ഒരു അന്വേഷണവും തിരച്ചിലും ഒക്കെ നടത്തണം. അതിനും നമുക്ക് ഇപ്പോൾ ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷനാണ്. കാരണം പകൽ വെളിച്ചമുണ്ട്. പകൽ വെളിച്ചത്തിൽ കുറച്ചുകൂടി സാധ്യമായ രീതിയിൽ നമുക്ക് ഈ തരത്തിലടക്കമുള്ള കാര്യങ്ങൾ നടത്താൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തമിഴ്നാട് പോലീസിന്റെ അന്വേഷണം ഇതിനോടകം തന്നെ അവിടെ ആരംഭിച്ചിട്ടുണ്ട്, തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. RPF റെയിൽവേ പോലീസും ഈ നാഗർകോവിൽ കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനുകളിൽ തിരച്ചിൽ നടത്തുന്നുണ്ട്. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട നീക്കങ്ങളിലേക്ക്, പ്രധാനപ്പെട്ട മൂവുകളിലേക്ക്, പ്രധാനപ്പെട്ട ആക്ഷനുകളിലേക്ക് നമ്മൾ കടക്കുന്നു എന്നുള്ളതാണ് ഈ മിനിറ്റിൽ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ കഴിയുന്ന വിവരം. ഏതായാലും കേരള പോലീസിന്റെ സംഘം വേഗത്തിൽ കന്യാകുമാരിയിലേക്ക്, തമിഴ്നാട്ടിലേക്ക് കുതിക്കുന്നുണ്ട്. 5 അംഗ സംഘമാണ്. ഈ 2 സംഘത്തിലും വനിതകളുണ്ട്. ഈ കുട്ടിയെ കണ്ടെത്തിയാൽ ഒരുപക്ഷെ വൈദ്യപരിശോധന അടക്കമുള്ള കാര്യങ്ങൾ നടപ്പിലാക്കി എത്രയും വേഗം കുട്ടിയെ കേരളത്തിലേക്ക് പ്രൊസീഡിങ്സ് പരമാവധി കംപ്ലീറ്റ് ചെയ്ത് കേരളത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അവർ ലക്ഷ്യം വയ്ക്കുന്ന ഏറ്റവും പ്രധാന കാര്യം. ആ കുഞ്ഞിനെ കാണാനില്ല എന്നുള്ള നിമിഷം മുതൽ വേദനയോടെ കഴിയുന്ന ഒരു അച്ഛനും അമ്മയും ഉണ്ട്. അപ്പോൾ അച്ഛനും അമ്മയുടെ പക്കലേക്ക് അടുത്തേക്ക് കുട്ടിയെ എത്തിക്കുക, അതാണ് കേരള പോലീസിന്റെ ലക്ഷ്യം. മറ്റൊരു മിഷനുമായി കേരള പോലീസ് സംസ്ഥാനം വിട്ട് പുറത്തേക്ക് വരുന്നുണ്ട്. കേരള പോലീസ് അല്ലെങ്കിൽ തിരുവനന്തപുരം സിറ്റി പോലീസ് കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകൾ, ഇന്നലെ ഏതാണ്ട് 11:30-12 മണി മുതൽ കേരള പോലീസ് നടത്തുന്ന ഒരു തീവ്ര ശ്രമമുണ്ട്. ഇന്നലെ അർദ്ധരാത്രി 2 മണിക്കും 3 മണിക്കുമൊക്കെ കഴക്കൂട്ടം അസിസ്റ്റന്റ് കമ്മീഷണർ അടക്കമുള്ള ആളുകൾ നടത്തിയത് നമ്മൾ കണ്ടതാണ്. മുക്കുകളും മൂലകളും അരിച്ചുപറക്കിയുള്ള അന്വേഷണം, സാധ്യമായിട്ടുള്ള എല്ലാ വഴികളും തിരഞ്ഞുള്ള അന്വേഷണം, അതടക്കം ഇങ്ങനെ പുരോഗമിക്കുന്നതിനിടെ 3 മണിയോടുകൂടിയാണ് വളരെ സുപ്രധാനമായിട്ടുള്ള ഈ വിവരം, ബബിതയുടെ ഒരു ഫോൺ വരുന്നത്. അത് ആദ്യം ആ ഫോൺ വരുന്നത് ACPയുടെ ഫോണിലായിരുന്നെങ്കിൽ പിന്നീട് കൂടെ ഉണ്ടായിരുന്ന സഹ പോലീസുകാരുടെ ഫോണിലേക്ക് ആ ഫോട്ടോ അടക്കമുള്ള ചിത്രങ്ങളടക്കം എത്തിക്കും. ആ സമയത്ത് നമ്മൾ അസിസ്റ്റന്റ് കമ്മീഷണറൊപ്പം ഉണ്ടായിരുന്നു. കാരണം ആ സമയത്താണ്, അതിന് തൊട്ടു മുൻപാണ് ശംഖുമുഖത്തെ ആ ഒരു സ്ഥലത്ത് നിന്ന് ആ കുട്ടിയെ കണ്ടതായി സംശയം പ്രകടിപ്പിക്കുന്ന ഒരാളുടെ മൊഴി ലഭിച്ചത്. അപ്പോൾ അതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നതിനിടെയാണ് ഇങ്ങനൊരു നീക്കം വന്നത്. അപ്പോൾ തന്നെ കേരള പോലീസ് ആക്ട് ചെയ്തു. കമ്മീഷൻ ഓഫീസിൽ നിന്നും DCPയും നേരിട്ട് കന്യാകുമാരി SPയുമായി സംസാരിച്ചു. തമിഴ്നാട് പോലീസിന്റെ സഹായം ഉറപ്പാക്കി. അങ്ങനെ ആദ്യ മണിക്കൂറുകളിൽ ഒരു തരത്തിലുള്ള വീഴ്ചയും ഒരു തരത്തിലുള്ള വേഗതക്കുറവും ഇല്ലാത്ത രീതിയിൽ വളരെ വേഗത്തിൽ കേരള പോലീസ് ആക്ട് ചെയ്തു. ഇപ്പോൾ നമ്മൾ വീണ്ടും എടുക്കുന്നു. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ജംഗ്ഷൻ, അതായത് നാഗർകോവിലിനടുത്തുള്ള മറ്റൊരു ജംഗ്ഷൻ കൂടി നമ്മൾ പിന്നിട്ട് പോവുകയാണ്. ഇനി കന്യാകുമാരിയിലേക്ക് വളരെ കുറച്ച് ദൂരം മാത്രമാണ് നമ്മുടെ മുൻപിലുള്ളത്. ആ ദൂരം മാത്രമായിരിക്കാം ഒരുപക്ഷെ ആ 13 വയസ്സുകാരിയുടെ കാര്യത്തിലേക്ക് നമുക്ക് എത്താനുള്ള ഒരു ദൂരം. കേരളവും ഒരേപോലെ കഴിഞ്ഞ കുറെ മണിക്കൂറുകളായി ഏതാണ്ട് കന്യാകുമാരിയിലേക്ക് അടുക്കുന്നു. ശരി, ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കന്യാകുമാരിയിലേക്ക് കേരള പോലീസ് സംഘത്തിൻ്റെ യാത്ര എത്തുകയാണ്. ഷഫീദ് റാവുത്തറും ആ യാത്രയ്ക്ക് ഒപ്പമുണ്ട്. നമ്മുടെ വാർത്താ സംഘവും 24ൻ്റെ വാർത്താ സംഘവും പോലീസ് സംഘത്തിന് പിന്നാലെയുണ്ട്. ഏത് തരത്തിലാണ് തുടർന്നുള്ള കേരള പോലീസിൻ്റെ കന്യാകുമാരിയിലെ നീക്കങ്ങൾ എന്നുള്ളത് ശ്രദ്ധേയമാണ്. കേരളം ഒന്നാകെ ഒരു ശുഭവാർത്തയ്ക്കായി കാത്തിരിക്കുന്നുണ്ട്. ആ കുട്ടിയെ കണ്ടെത്തിയെന്നുള്ള വിവരത്തിനായി കാത്തിരിക്കുന്നുണ്ട്.